ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ 9ാം ക്ലാസ്സിലെ ശ്വസനവും വിസർജനവും എന്ന ചാപ്റ്ററിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഇതിലെ ശ്വസനം എന്ന ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വിസർജനം എന്ന പോർഷൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ വിസർജന അവയവം വൃക്കകളാണ്. ഓക്കെ, വൃക്കകളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വൃക്കയുടെ ഘടന, വൃക്കയുടെ ഈ ഒരു സ്ട്രക്ചർ, എങ്ങനെയാണ് അതിൻ്റെ ധർമ്മം നിർവഹിക്കാൻ അതിനെ സഹായിക്കുന്നത് എന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് വൃക്കകൾ. ഇത് നമുക്ക് എത്ര വൃക്കകളുണ്ട്? 2 വൃക്കകളുണ്ടല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ജോഡി വൃക്കകളാണ് നമുക്കുള്ളത്. ഓക്കെ, 1 സെക്കൻഡ്. യെസ്, ഓക്കെ, ഒരു ജോഡി വൃക്കകളാണ് നമുക്കുള്ളത് അല്ലേ. അപ്പം ഇതിൽ ഒരുപാട് ചെറിയ വൃക്ക എന്ന് പറയുന്നത് ഒരു ജോഡി വൃക്കകൾ, അതിനകത്ത് ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ വിസർജന പ്രക്രിയയെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അത് നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും ഓരോ ഭാഗങ്ങളുടെ ധർമ്മം എന്താണെന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, നമ്മുടെ 9ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ ലേബൽ ചെയ്ത് തന്നിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ അതിൻ്റെ ധർമ്മങ്ങൾ എവിടെയാണ്, എന്താണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം ഉണ്ട്. ഇതാണ് ഓരോ ഭാഗങ്ങളുടെയും ഫങ്ഷൻസ് അല്ലെങ്കിൽ ധർമ്മങ്ങൾ. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് ഏത് ഭാഗത്തിൻ്റെ, വൃക്കയുടെ ഏത് ഭാഗമാണ് ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് എന്ന് നമ്മൾ ഈ ഡയഗ്രാം നോക്കി പഠിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വൃക്ക എന്ന് പറയുന്നത് ഒരു ജോഡി വൃക്കകളാണുള്ളത്. ഇത് നട്ടെല്ലിന് ഇരുവശങ്ങളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആ കാര്യമൊക്കെ അറിയാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇനി വരുന്ന ഭാഗങ്ങളിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ഈ വൃക്കയുടെ ഇതാണോ, ഈ വൃക്കാധമനി എന്ന ഈ ഒരു ഭാഗം, ഈ റെഡ് കളറിൽ കാണുന്ന ഈ ഭാഗമാണ് വൃക്കാധമനി. അപ്പം ഞാനിതിൽ ഈ ഭാഗങ്ങൾ, അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ വെറുതെ വായിക്കുന്നതിന് പകരം നമുക്ക് നോക്കാം ഇതിൻ്റെ ധർമ്മം എന്താണെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. നോക്കൂ, വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചില ഹിൻസ് മാത്രമാണ് തന്നിരിക്കുന്നത്, നമ്മൾ ഡയഗ്രാം നോക്കി മനസ്സിലാക്കുക. വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ, വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്നതാണ് ഈ വൃക്കാധമനി. കണ്ടോ, ഇത് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വൃക്കകളിലേക്ക് പോകുന്നു അല്ലേ, വൃക്കകളിലേക്ക് പോകുന്നു. സോ വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ എന്ന് പറയുന്നത് വൃക്കാധമനിയാണ് കേട്ടോ, വൃക്കാധമനി. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കണം. നമുക്ക് രക്തക്കുഴലുകൾ 3 തരമുണ്ട്. ഒന്ന് ധമനിയാണ് അല്ലേ, ഒന്ന് ധമനി അഥവാ ആർട്ടറി എന്ന് പറയും. രണ്ടാമത്തേത് സിരകളാണ്. മൂന്നാമത്തേത് ലോമികകളാണ്. ഓക്കെ, ലോമികൾ. ഇങ്ങനെ പ്രധാനമായും 3 തരം രക്തക്കുഴലുകളാണുള്ളത്. ഇതിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, എപ്പോഴും നമ്മുടെ ശരീരത്തിലുടനീളം ധമനികൾ ചെയ്യുന്നത് ശുദ്ധരക്തത്തെയാണ് വഹിക്കുന്നത്. ധമനികൾ ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ്. സിരകൾ എന്നാൽ അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണിത്, എങ്കിലും ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണം. ശുദ്ധരക്തം എന്നാൽ ഓക്സിജൻ അടങ്ങിയിരിക്കുന്ന രക്തം എന്നാണ് അർത്ഥം. ഓക്സിജൻ ഉണ്ടാകും, ശുദ്ധരക്തത്തിൽ ഓക്സിജൻ ഉണ്ടാകും. അശുദ്ധ രക്തത്തിൽ ഓക്സിജൻ ഇല്ല. മാത്രമല്ല അതിൽ ആരുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെ കൂടുതലായിട്ടുള്ള രക്തമാണ് അശുദ്ധ രക്തം. ഈ കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇതിനെ തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഓക്സിജനേറ്റഡ് എന്നൊക്കെ കാണും. ഓക്സിജനേറ്റഡ് രക്തം അല്ലെങ്കിൽ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നൊക്കെ കാണുന്നത്. ഡീ ഓക്സിജനേറ്റഡ് മീൻസ് അശുദ്ധ രക്തമാണ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ധാരാളമായി അടങ്ങിയിരിക്കുന്നത്. നമുക്കത് ആവശ്യമില്ല, അത് പുറത്തേക്ക് കളയേണ്ടതാണ് അല്ലേ കാർബൺ ഡൈ ഓക്സൈഡ്. അതുകൊണ്ട് അത് അശുദ്ധ രക്തമാണ്. ഓക്സിജൻ അടങ്ങിയിട്ടുള്ളത് ശുദ്ധരക്തമാണ് കേട്ടോ. അപ്പം ധമനികളാണ് എപ്പോഴും ശുദ്ധരക്തത്തെ വഹിക്കുന്നത്. ഒരു എക്സെപ്ഷണൽ കേസുണ്ട്, അതായത് ഒരു ധമനി മാത്രം എന്ത് ചെയ്യും? അശുദ്ധ രക്തത്തെ കൊണ്ടുപോകും. ആ ധമനിയാണ്
ശ്വാസകോശ ധമനി കേട്ടോ. ശ്വാസകോശ ധമനി ഇതിൻ്റെ ഒരു എക്സെപ്ഷണൽ കേസാണ്. മനസ്സിലാക്കുക, എല്ലാ ധമനികളും വഹിക്കുന്നത് ശുദ്ധരക്തമാണ്. എല്ലാ ധമനികളും ശുദ്ധരക്തത്തെയാണ് വഹിച്ചു കൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. പിന്നീട് നമ്മൾ അറിയേണ്ട കാര്യം, എന്നാൽ ശ്വാസകോശ ധമനി മാത്രം അശുദ്ധരക്തം കൊണ്ടുപോകുന്നു. ഓക്കെ, ഇതൊരു കാര്യം മനസ്സിൽ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ എല്ലാ സിരകളും അശുദ്ധരക്തത്തെയാണ് വഹിച്ചു കൊണ്ട് പോകുന്നത് ശരീരത്തിൽ. ഈ അശുദ്ധരക്തമെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ശ്വാസകോശത്തിൽ വെച്ചിട്ട് അല്ലേ. അപ്പോൾ എല്ലാ സിരകളും അശുദ്ധരക്തം കൊണ്ടുപോകും. എന്നാൽ ശ്വാസകോശ സിര മാത്രം, ഓക്കെ, പൾമനറി ആർട്ടറി, ശ്വാസകോശ ധമനിയെ പൾമനറി ആർട്ടറി എന്ന് ബുക്കുകളിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ശ്വാസകോശ സിരയാണെങ്കിൽ പൾമനറി വെയിൻ എന്ന് കാണാറുണ്ട് കേട്ടോ. ശ്വാസകോശ സിര മാത്രം എന്ത് ചെയ്യും? ശുദ്ധരക്തത്തെ കൊണ്ടുപോകും. ഇത്രയും കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഇനി ബാക്കി കാര്യം പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത് മനസ്സിലാക്കുക, ധമനികളെല്ലാം ശുദ്ധരക്തം വഹിക്കുന്നു, സിരകളെല്ലാം അശുദ്ധരക്തം വഹിക്കുന്നു. ശുദ്ധരക്തം എന്നാൽ ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തമാണ്, അശുദ്ധരക്തം എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള രക്തമാണ്. ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ വൃക്കാധമനിയാണ്. വൃക്കകളിൽ നിന്നും രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ, ഓക്കെ, പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ആരാന്ന് വൃക്കകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? നോക്കൂ, ആരോമാർക്ക് ശ്രദ്ധിക്കൂ. അതാ പുറത്തേക്ക് വരുന്നല്ലേ, ഇതാ ഇങ്ങനെ ഒരു ആരോ കണ്ടോ ഇങ്ങോട്ട്, അത് വൃക്കാസിരയാണ്. ക്ലിയർ? അപ്പോൾ വൃക്കകളിൽ നിന്നും രക്തം പുറത്തേക്ക് വഹിക്കുന്നത് വൃക്കാസിര. അടുത്തത് വൃക്കയിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ. വൃക്കയിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മമായ അരിപ്പകളുണ്ട് നമുക്ക്. അപ്പം നമ്മൾ വൃക്കയുടെ സ്ട്രക്ചറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വൃക്കയുടെ സ്ട്രക്ചർ അതിൻ്റെ ധർമ്മത്തോടൊപ്പം നമുക്ക് പഠിച്ചു പോകാം. വൃക്കയിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മ അരിപ്പകൾക്ക് പറയുന്ന പേരാണ് നെഫ്രോൺ. ഇത് ഞാൻ ചിത്രത്തിൽ കാണിച്ചു തരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെഫ്രോണിനെ കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാനത് ഇപ്പോൾ കാണിക്കുന്നില്ല. ഇതാണ് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ. ഈ വൃക്കയ്ക്ക് അകത്താണ് നെഫ്രോൺ കാണുന്നത്. വളരെ അതിസൂക്ഷ്മം എന്ന് പറയുന്നു അല്ലേ, നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ ഒരു മാഗ്നിഫൈഡ് ഡയഗ്രാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് നെഫ്രോൺ. ഇത് മൊത്തത്തിൽ നെഫ്രോൺ ആണ്. ഈ കാണുന്ന ഈ ചുരുണ്ടുമടങ്ങി കിടക്കുന്ന ഈ ഇത് ഫുൾ നെഫ്രോൺ ആണ് കേട്ടോ. അപ്പം ഇത് വൃക്കയ്ക്ക് അകത്തുണ്ട്. അപ്പം വൃക്കയിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മ അരിപ്പകളാണ് നെഫ്രോൺ. നെഫ്രോണിൻ്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗമാണ് ഏത്? നമുക്ക് നോക്കാം. നെഫ്രോണിൽ ഇവിടെ കാണുന്നുണ്ട് ഇരട്ട ഭിത്തി എന്ന് വെച്ചാൽ 2 ഭിത്തികളുള്ള 2 മെംബ്രെയിനുള്ള കപ്പ് പോലൊരു ഭാഗം എവിടെയെങ്കിലും കാണുന്നുണ്ടോ? നോക്കൂ. ഉണ്ടല്ലേ, ഇവിടെ. ഇതാണ് എന്താ അതിനെ മാർക്ക് ചെയ്തിരിക്കുന്നത്? ബൗമൻസ് ക്യാപ്സ്യൂൾ അല്ലേ, ബൗമൻസ് ക്യാപ്സ്യൂൾ. ഈ ഒരു കപ്പ് പോലുള്ള ബൗമൻസ് ക്യാപ്സ്യൂളിൻ്റെ ഒന്ന് മാഗ്നിഫൈ ചെയ്ത് എൻലാർജ് ചെയ്തിരിക്കുന്ന പിക്ചറാണ് ഈ കാണുന്നത് കേട്ടോ. ബൗമൻസ് ക്യാപ്സ്യൂൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. സോ ബൗമൻസ് ക്യാപ്സ്യൂൾ, ഓക്കെ, അതും നമുക്കിവിടെ. ഇത് എല്ലാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്. PSCക്ക് ഇഷ്ടംപോലെ തവണ ചോദിക്കാം. ആൻഡ് നമ്മുടെ കുട്ടികൾക്കായാലും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്കൊക്കെ ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ പിക്ചർ മാത്രം നോക്കുമ്പോൾ ഇവിടെ ഒന്നും എക്സ്പ്ലനേഷൻ ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. ഇതിൻ്റെയൊക്കെ ധർമ്മം എവിടെ പോയി പഠിക്കാനാ? അതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ തന്നേക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടുപിടിച്ച് ചിത്രം നോക്കി മനസ്സിലാക്കുക. അല്ലാതെ ആ ചിത്രം കാണാപ്പാടം വരയ്ക്കാനൊക്കെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കണം. എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്ത് പഠിക്കണം. ബൗമൻസ് ക്യാപ്സ്യൂളിനുള്ളിലെ സൂക്ഷ്മ ലോമികാജാലം നമുക്ക് നോക്കിയാലോ. എവിടെ ബൗമൻസ് ക്യാപ്സ്യൂൾ? ഇവിടെയാണല്ലേ. ഇവിടെ എന്തുണ്ട്? സൂക്ഷ്മ ലോമികാജാലം എന്ന് വെച്ചാൽ എന്താ? വളരെ ചെറിയ ഒരു കൂട്ടം, ലോമികകളുടെ കൂട്ടം. നമ്മൾ പഠിച്ചുവല്ലോ, ധമനി, സിര, ലോമിക. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ എന്തുള്ളത്? രക്തക്കുഴലുകൾ. അതിൽ ഗ്ലോമസിനകത്ത് ധാരാളം ലോമികകളുണ്ട്, ലോമികാജാലമുണ്ട്. അതിനെ പറയുന്ന പേരാണ് എന്ത്? ഗ്ലോമറുലസ്. ഓക്കെ, ഇതാണ് കേട്ടോ ഗ്ലോമറുലസ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് കാണപ്പെടുന്നതാ. ഇതാണ് നമ്മുടെ ബൗമൻസ് ക്യാപ്സ്യൂൾ. ഇതിനകത്ത് കാണപ്പെടുന്നതിന് എൻലാർജ് ചെയ്ത് വരച്ചിരിക്കുന്നതാണ് ഇത് കേട്ടോ. അപ്പോൾ അതാണ് ഗ്ലോമറുലസ്. ഇനി നെക്സ്റ്റ് നോക്കൂ. സൂക്ഷ്മ ലോമികാജാലം ഗ്ലോമറുലസ് ആണെന്ന് കണ്ടു. ഗ്ലോമറുലസ് ആണ്. നെക്സ്റ്റ്
ലോമിക ജാലത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം രണ്ടും ഒരുപോലെയുള്ള രക്തക്കുഴലുകളുണ്ട് ലോമികാജാലവുമായി ബന്ധപ്പെട്ട്. നമുക്കത് ഏതാണെന്ന് നോക്കാം കേട്ടോ. ലോമികാജാലത്തിലേക്ക്, അതായത് ഇവിടേക്ക് ലോമികാജാലത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ. അകത്തേക്കാണെങ്കിൽ ഏതാണ്? അകത്തേക്ക് പോകുന്നത് ഏതാ? ഇങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ടല്ലോ. ഇങ്ങനെ കാണുന്നുണ്ടോ? ഗ്രീൻ മെഷീൻ, ഞാൻ ഗ്രീൻ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. നോക്കൂ, അതായത് ഇതാണ് കേട്ടോ അഫറൻറ്റ് വെസലാണ് ലോമികാജാലത്തിലേക്ക് രക്തം എത്തിക്കുന്നത്. അഫറൻറ്റ് വെസലാണ് കേട്ടോ, അഫറൻറ്റ് വെസൽ. അത് എന്താണെന്നൊക്കെ പഠിക്കാം. ചുമ്മാ ഇപ്പോൾ പേര് മാത്രം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ലോമികാജാലത്തിലേക്ക് അഫറൻറ്റ് വെസൽ. ഓക്കെ, അഫറൻറ്റ് വെസൽ. ഇനി ലോമികാജാലത്തിൽ നിന്നും രക്തം പുറത്തേക്ക് വഹിക്കുന്നത്, അത് പിക്ചറിൽ ആരോമാർക്ക് നോക്കണം. പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നോക്കൂ, ഇങ്ങനെ വന്നു അല്ലേ? ഇതിങ്ങനെ വന്നു രക്തം, ഇതാണ് അഫറൻറ്റ്. ഇനി ഇവിടെ നിന്ന് നോക്കൂ, പുറത്തേക്ക് ഒരു രക്തക്കുഴൽ പോകുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു, പുറത്തേക്ക് വന്നു. ഓക്കെ, പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അത് ഏതാണെന്ന് നോക്കൂ, ഇഫറൻറ്റ് വെസൽ. ഏതാണ്? ഇഫറൻറ്റ് വെസൽ. അപ്പോൾ ലോമികാജാലത്തിലേക്ക് കൊണ്ടുപോകുന്നത് അഫറൻറ്റ് വെസലും ലോമികാജാലത്തിൽ നിന്നും രക്തത്തെ കൊണ്ടുവരുന്നത് ഇഫറൻറ്റ് വെസലാണ് കേട്ടോ, ഇഫറൻറ്റ് വെസൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ബൊമൻസ് ക്യാപ്സൂളിനെയും ശേഖരണ നാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴൽ. നോക്കൂ, ബൊമൻസ് ക്യാപ്സൂൾ എവിടെ കിടക്കുന്നു അല്ലേ? കപ്പ് പോലെയുള്ള ഭാഗമാണ് ബൊമൻസ് ക്യാപ്സൂൾ എന്ന് പഠിച്ചു അല്ലേ? ഇതാണ് ബൊമൻസ് ക്യാപ്സൂൾ. അവർ ചോദിച്ചിരിക്കുന്നത് ഈ ബൊമൻസ് ക്യാപ്സൂളിനെയും ശേഖരണനാളി എവിടെയാ? ഇദ്ദേഹമാണ് ശേഖരണനാളി. ഇവിടെയുണ്ടല്ലേ ശേഖരണനാളി. ഈ ശേഖരണനാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴൽ ഏതാണെന്ന് ചോദിച്ചേ. നോക്കൂ, ഇതിനെ ബന്ധിപ്പിക്കുന്ന ഈ നീണ്ട കുഴല് ഇതേതാണ്? എന്താണിത്? ഇതാണ് എന്ത്? പ്രോക്സിമൽ കൺവോളറ്റൽ ട്യൂബ്യൂൾ എന്ന് പറയും. നമുക്ക് PCT എന്ന് എഴുതാം കേട്ടോ, പ്രോക്സിമൽ കൺവോളറ്റൽ ട്യൂബ്യൂൾ. ഓക്കെ, പ്രോക്സിമൽ കൺവോളറ്റഡ് ട്യൂബ്യൂൾ. ഇനി വൃക്കാനളികകൾ വന്നു ചേരുന്നതും മൂത്രം ശേഖരിച്ച് പെൽവിസിൽ എത്തിക്കുന്നതുമായ ഭാഗം. ഈ വൃക്കാനളികയുണ്ടല്ലോ, ഈ കൺവോളറ്റഡ് ട്യൂബ്യൂളാണ് കേട്ടോ വൃക്കാനളിക. അത് പറഞ്ഞാൽ ഓക്കെ. PCT എന്നാൽ ഇത് വൃക്കാനളികയാണ്. ഈ വൃക്കാനളികയ്ക്ക് രണ്ട് ഭാഗമുണ്ട്. രണ്ട് ഭാഗം എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലെ ഭാഗമാണ് പ്രോക്സിമൽ കൺവോളറ്റഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴത്തെ ഭാഗമാണെങ്കിൽ DCT, ഡിസ്റ്റൽ കൺവോളറ്റൽ ട്യൂബ്യൂൾ. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ബൊമൻസ് ക്യാപ്സൂളിനെയും ശേഖരണനാളെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴൽ എന്ന് പറയുന്നത്, വൺ സെക്കൻഡ്. ഓക്കെ, ബൊമൻസ് ക്യാപ്സൂളിനെയും ശേഖരണനാളിയെയും അതിനെ ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്കാനളിക. ഓക്കെ, വൃക്കാനളിക. ഈ വൃക്കാനളികയുടെ ഏറ്റവും ടോപ്പിലുള്ള പോർഷൻ അതിങ്ങനെ നീണ്ട കുഴലാണല്ലോ, ഇങ്ങനെ വളരെയധികം കോൺവോൾയൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഭയങ്കരമായി ചുളുങ്ങി കിടക്കുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ ഈ ഭാഗം, ഏറ്റവും മുകളിലായിട്ടുള്ള ഈ ഭാഗം പ്രോക്സിമൽ കൺവോളറ്റഡ് ട്യൂബ്യൂളും ഇത് DCT, ഡിസ്റ്റൽ കൺവോളറ്റഡ് ട്യൂബ്യൂളും. DCT, PCT. അപ്പം നമുക്കിവിടെ വൃക്കാനളിക എന്ന് എഴുതുന്നതായിരിക്കും നല്ലത് അല്ലേ? വൃക്കാനളിക, ഈ പേര് പഠിച്ചാൽ മതി കേട്ടോ, വൃക്കാനളിക. ഓക്കെ, ഇനി വൃക്കാനളികകൾ വന്നു ചേരുന്നതും മൂത്രം ശേഖരിച്ച് പെൽവിസിലെത്തിക്കുന്നതുമായ ഭാഗം ഏതാണെന്ന്. ഈ വൃക്കാനളികകൾ എവിടെയാണ് വന്നു ചേരുന്നത്, എന്നിട്ട് എവിടെയാണ് യൂറിൻ ശേഖരിക്കുന്നത് എന്ന്. വൃക്കാനളികൾ എവിടെയാണ് വന്നു ചേരുന്നത്? ഇങ്ങനെ ചുളുങ്ങി കിടക്കുന്നുണ്ടോ? ഇതിങ്ങനെ വന്ന് എവിടെയാണ് വന്നു ചേരുന്നത്? ഇവിടെ വന്നു ചേർന്നു. അപ്പൊ ഇയാൾ ആരാ? ഇദ്ദേഹമാണ് നമ്മൾ പറഞ്ഞ ശേഖരണനാളി അല്ലേ? ഈ ശേഖരണനാളിയിലാണ് എന്ത് സംഭവിക്കുന്നത്? യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഓക്കെ, ശേഖരണനാളികയിലാണ്, അവിടെയാണ് മൂത്രം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. ശേഖരണനാളി, കളക്റ്റിംഗ് ട്യൂബ്യൂൾ എന്ന് പറയും, ശേഖരണനാളി. ഇനി മൂത്രവാഹിയുടെ ആരംഭ ഭാഗം. നമുക്കറിയാം, നമ്മൾ കിഡ്നിയുടെ സ്ട്രക്ചർ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കിഡ്നിക്ക് ഇവിടെ ഇതിനകത്താണ് നെഫ്രോൺ ഉള്ളത്. നമ്മളിപ്പോൾ പഠിച്ച ഭാഗങ്ങളെല്ലാം ഇതിനകത്താണ്. ഈ നെഫ്രോണിനകത്താണ് ഈ കാണുന്ന ഈ ഒരു വലിയൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇത് ഈ കിഡ്നിക്ക് അകത്താണ്. ഇവിടെ നെഫ്രോൺ നമ്മുടെ യൂറിനൊക്കെ ഫോം ചെയ്തതിന് ശേഷം അവിടെ യൂറിൻ ഉണ്ടായി, എന്നിട്ട് ശേഖരണനാളികയിൽ ശേഖരിച്ചു വെച്ചു. നൗ അത്
വൃക്കയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്, അതായത് യൂറിനറി ബ്ലാഡർ അഥവാ മൂത്രാശയത്തിലേക്ക് എത്തുന്നത് ഏതിലൂടെയാണ്? ഈ ഒരു ട്യൂബാണല്ലേ. എന്താണ് ഈ ട്യൂബിൻ്റെ പേര്? ഇവിടെയുണ്ട്. അതാണ് എന്ത്? മൂത്രവാഹി, യൂറിറ്റർ എന്ന് പറയും കേട്ടോ. സോ ആ മൂത്രവാഹിയുടെ ആരംഭ ഭാഗം എവിടെയാണ്? ഇത് എവിടെ നിന്ന് ആരംഭിക്കുന്നത്? ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? വൃക്കയുടെ ഈ ഒരു പോർഷനിൽ നിന്നല്ലേ. ഈ വൃക്കയുടെ ഈ ഭാഗത്തെ പറയുന്ന പേരാണ് പെൽവിസ്. ഓക്കെ, പെൽവിസ്. അപ്പോൾ പെൽവിസിൽ നിന്നാണ് എന്ത്? മൂത്രവാഹി ആരംഭിക്കുന്നത്, പെൽവിസിൽ നിന്ന് കേട്ടോ. ഇനി യൂറിനറി ബ്ലാഡറിലേക്ക് എത്തിക്കുന്ന ഭാഗം, ഇതാണ് യൂറിനറി ബ്ലാഡർ അല്ലേ. ഇതാണ് യൂറിനറി ബ്ലാഡർ, അതായത് മൂത്രാശയം. ഓക്കെ, ഇവിടെ പെൽവിസിൽ നിന്ന് ഇതിനെ ഇവിടെ എത്തിക്കുന്നത് ആരാണ്? അത് മൂത്രവാഹിയാണ്, അതായത് യൂറിറ്റർ. അപ്പോൾ മൂത്രവാഹി കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് നെഫ്രോണിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും വൃക്കയുടെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളും അവയുടെ ധർമ്മവും. അപ്പോൾ ഇവിടുന്ന് നിങ്ങളിങ്ങനെ പഠിക്കണം. അതായത് വൃക്കാധമനി എന്താ ചെയ്യുന്നത്? വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്നു. വൃക്കാസിര, അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. അപ്പം അവരത് വേറെ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് പോലെ തന്നിട്ടില്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ബോക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇനി എനിക്കിതിൽ അഡീഷണലായിട്ട് ചില കാര്യങ്ങൾ പറയാൻ തോന്നുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ പഴയ SIRT-യിൽ പ്രത്യേകമായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് അഫറൻറ്റ് വെസലും ഇഫറൻറ്റ് വെസലും. ഓക്കെ, പഴയ SIRT-യിൽ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ്. അപ്പം നമുക്ക് PSC പരീക്ഷകൾക്ക് അതിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുമുണ്ടല്ലോ. സോ ഞാനത് എന്താണ് ഈ ഒരു അഫറൻറ്റ് വെസലും ഇഫറൻറ്റ് വെസലും എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമാക്കി തരാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അഫറൻറ്റ്, ഇഫറൻറ്റ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പിക്ചർ മൈൻഡിൽ വരണം. ഇതാണ് ബോമൻസ് ക്യാപ്സ്യൂൾ. ഇത് ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഇരട്ട സ്ഥലമുള്ള അല്ലെങ്കിൽ ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഈ ഭാഗത്തെ ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നു. ഈ ബോമൻസ് ക്യാപ്സ്യൂളിനകത്ത് ധാരാളം ലോമികാജാലം ഉണ്ട്. ഓക്കെ, ലോമികാജാലകങ്ങളുണ്ട്, ഒരു കൂട്ടം രക്തലോമികകളുണ്ട്. അതിന് പറയുന്ന പേരാണ് ഗ്ലോമറുലസ് എന്നത്. ഓക്കെ, ഇനി ഈ ഗ്ലോമറുസിലേക്കാണ്, ഇതാണല്ലോ നമ്മുടെ നെഫ്രോണിൻ്റെ ആദ്യ ഭാഗമാണല്ലേ ഈ ഒരു പാർട്ട്. കണ്ടോ, മൗസ് പോയിന്റ് കണ്ടോ? ഈ മാർക്ക് ചെയ്ത് തരാം. ഇതാണ് ആദ്യ ഭാഗം. അതായത് ബോമൻസ് ക്യാപ്സ്യൂൾ ആണ് ആദ്യ ഭാഗം. അതിനകത്ത് ഗ്ലോമറുലസ് ഉണ്ട്. അതിലൂടെയാണ് രക്തം നെഫ്രോണിലേക്ക് എത്തുന്നത്. നമ്മൾ പഠിച്ചു എന്താ നെഫ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പയാണ്. വൃക്കകത്തെ അരിപ്പയാണ് നെഫ്രോണ്. നമുക്ക് ഏകദേശം എത്ര നെഫ്രോൺസ് ഉണ്ട് വൃക്കയിൽ ഊഹിക്കാൻ പറ്റുമോ? ലക്ഷക്കണക്കിന് നെഫ്രോണുകളാണ് നമ്മുടെ വൃക്കയിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ നെഫ്രോണിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മുടെ ഈ ഒരു ബോമൻസ് ക്യാപ്സ്യൂൾ. ഇനി ഗ്ലോമറുലസ് ആണ് ബോമൻസ് ക്യാപ്സ്യൂളിനകത്ത് കാണുന്ന ലോമികാജാലം. അതിൽ തന്നെ ഈ ഗ്ലോമറുലസിലേക്ക് രക്തം കൊണ്ടുപോകാൻ ഒരു രക്തക്കുഴലുണ്ട്. ഗ്ലോമറുലസിൽ നിന്ന് രക്തത്തെ കൊണ്ടുവരാൻ മറ്റൊരു തരം. അവയാണ് അഫറൻറ്റും ഇഫറൻറ്റും. അഫറൻറ്റ് എന്താ ചെയ്യുന്നത്? അഫറൻറ്റ് ചെയ്യുന്നത് ഗ്ലോമറുലസിലേക്ക് രക്തത്തെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഗ്ലോമറുലസിലേക്ക്. അപ്പം എന്ത് ചെയ്യും? അഫറൻറ്റ് വെസൽ ഗ്ലോമറുലസിലേക്ക് രക്തത്തെ കൊണ്ടുപോകും. ഇത് ഇഫറൻറ്റ് വെസൽ അവിടേക്ക് രക്തം കൊണ്ടുപോയി എന്ന് വെച്ചാൽ അത് നമ്മുടെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. മാലിന്യമൊക്കെ അടങ്ങിയിട്ടുള്ള നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടല്ലേ, യൂറിയ, അമോണിയ തുടങ്ങിയ വേസ്റ്റ് മെറ്റീരിയൽസും ഇലക്ട്രോലൈറ്റ്സും ഒക്കെ അടങ്ങിയ രക്തത്തെ ഗ്ലോമറുലസിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി അത് എന്താണ് ശുദ്ധീകരിച്ചതിന് ശേഷം ഇഫറൻറ്റ് വെസൽ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഇഫറൻറ്റ് വെസൽ ഗ്ലോമറുലസിൽ നിന്നും രക്തത്തെ തിരിച്ച് വൃക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന ഗ്ലോമറുലസിൽ നിന്ന് കൊണ്ടുവരുന്ന ആളാണ് ആര്? ഇഫറൻറ്റ്
വെസൽ എന്ന് പറയുന്നത്. ഇത് നെഫ്രോണിനകത്താണ് ഈ നടക്കുന്നത് കേട്ടോ. വൃക്കയ്ക്കകത്ത് നെഫ്രോൺ ഉണ്ട്. നെഫ്രോണിനകത്ത് നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. നെഫ്രോണിലെ ഫസ്റ്റ് ഭാഗമാണ് ബോമൻസ് ക്യാപ്സ്യൂൾ. ബോമൻസ് ക്യാപ്സ്യൂളിനകത്തുള്ള ലോമികജാലമാണ് ഗ്ലോമറുലസ്. അവിടേക്ക് രക്തം കൊണ്ടുപോകുന്നത് അഫറൻറ്റും അവിടെ നിന്ന് ഗ്ലോമറുലസിൽ നിന്ന് രക്തം കൊണ്ടുവരുന്നത് ഇഫറൻറ്റും ആണ്. പിന്നെ ഈ അഫറൻറ്റ് വെസലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ധാരാളം മാലിന്യം അടങ്ങിയിട്ടുള്ള രക്തമാണ് അഫറൻറ്റ് വെസൽ കൊണ്ടുപോവുക. അങ്ങനെയാണല്ലോ വരുന്നത്. കാരണം ഇങ്ങനെ മാലിന്യം അടങ്ങിയത് ഗ്ലോമറുലസിലേക്ക് കൊണ്ടുപോയി അതിനെ ഫിൽറ്റർ ചെയ്ത് മാലിന്യത്തെ മാറ്റി അത് പിന്നെ യൂറിൻ ഫോർമേഷനിലേക്ക് മാലിന്യം പോകും. പക്ഷേ രക്തം ശുദ്ധീകരിക്കപ്പെട്ടു അല്ലേ? ആ രക്തം ഇഫറൻറ്റ് വെസൽ ഇങ്ങോട്ട് കൊണ്ടുവരും. ശുദ്ധീകരിച്ച രക്തം വൃക്കയിൽ നിന്ന് ഇഫറൻറ്റ് വെസലാണ് ഗ്ലോമറുലസിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പം ഇത് മാലിന്യം അടങ്ങിയിട്ടുള്ള രക്തമാണ്, അല്ലെങ്കിൽ നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽ അടങ്ങിയിട്ടുള്ള രക്തമാണ് അഫറൻറ്റ് വെസലിലേക്ക് പോകുന്നത്. ഇവിടെ ശുദ്ധീകരിച്ച രക്തമാണ് ഇഫറൻറ്റ് വെസൽ കൊണ്ടുവരുന്നത്. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ, ഇതാണല്ലോ അഫറൻറ്റ് വെസൽ ഇത്. ഓക്കെ, ഇത് മാലിന്യം അടങ്ങിയ നമ്മുടെ നൈട്രോജനിയസ് വേസ്റ്റ് മെറ്റീരിയൽസ് അടങ്ങിയ രക്തത്തെ കൊണ്ടുപോയി. ഇവിടെ വെച്ച് നെഫ്രോണിൻ്റെ പണി ശുദ്ധീകരിക്കലാണല്ലോ. ശുദ്ധീകരണം ഏകദേശം മാലിന്യങ്ങളെയൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇഫറൻറ്റ് വെസൽ അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ഇതെങ്ങനെ വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് നോക്കണം, ഈ ഒരു ഇഫറൻറ്റ് വെസൽ വന്ന് നോക്കൂ ഇങ്ങോട്ട്. ഇതെന്താണ് ഇങ്ങനെ ബ്ലൂ കളറിൽ കാണിക്കുന്നത്? എപ്പോഴും എന്തായിരിക്കും? വെയിനാണല്ലേ, വെയിനാണ്. ഇവിടെയോ ഇത് ധമനിയാണല്ലേ, ഇത് സിര. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് അഫറൻറ്റ് വെസൽ എന്നത് എന്താണ്? ധമനിയുടെ ഭാഗമാണ് കേട്ടോ. ഇതൊരു വൃക്കാധമനിയുടെ ഭാഗമാണ്. ഓക്കെ, അഫറൻറ്റ് വെസൽ വൃക്കാധമനിയുടെ ഭാഗമാണ്. വൃക്കാധമനി പഠിച്ചില്ലേ? വൃക്കാധമനി ഇതാ ഇവിടെ പഠിച്ചിരുന്നല്ലോ. വൃക്കാധമനി ഇതിൻ്റെ ഭാഗമാണ് അഫറൻറ്റ് വെസൽ. ഓക്കെ, ആൻഡ് നമ്മുടെ ഇഫറൻറ്റ് വെസൽ എന്താണ്? വൃക്കാസിരയുടെ ഭാഗമാണ്. അങ്ങനെ ശുദ്ധീകരിച്ച രക്തമൊക്കെ ആയി വന്ന് അത് വൃക്കാസിരയിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇനി അഫറൻറ്റ് വെസൽ എന്ന് പറയുന്നത് അഫറൻറ്റ് വെസൽ വൃക്കാസിരയുടെ, നമ്മുടെ മാലിന്യം അടങ്ങിയത് സിരയല്ലേ, അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്ക് പറ്റി ശ്രദ്ധിക്കണേ, കറക്റ്റ് ചെയ്യണം. വൃക്കാസിരയുടെ ഭാഗമാണ് അഫറൻറ്റ് വെസൽ. ഇത് വൃക്കാധമനിയുടെ ഭാഗമാണ്. പിന്നെ ഈ അഫറൻറ്റ് വെസൽ എന്ന് പറയുന്നത് എന്താണ്? ഇംപ്യൂർ ബ്ലഡ് ആണ്, അത് പറഞ്ഞു. ഇതിൻ്റെ ഡയമീറ്റർ അഫറൻറ്റ് വെസലിന് ഭയങ്കര എന്താണ്? വീതി കൂടിയതാ, അല്ലെങ്കിൽ ഡയമീറ്റർ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഡയമീറ്റർ കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ ധാരാളം മാലിന്യം അടങ്ങിയിട്ടുള്ള രക്തമാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എമൗണ്ട് കൂടുതലായിരിക്കും, ബ്ലഡിൻ്റെ തിക്നെസ് കൂടുതലായിരിക്കും. അപ്പം അതിനനുസരിച്ച് വ്യാസം വേണം വെസലിന് അല്ലേ? അതുകൊണ്ട് ഡയമീറ്റർ കൂടുതലാണ്. ഇവിടെ താരതമ്യേന എന്താണ്? തിന്നായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാം വ്യാസം കുറഞ്ഞ വെസൽസ് ആണ് ഇഫറൻറ്റ് വെസൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ധാരാളം മാലിന്യങ്ങൾ അടങ്ങിയിട്ടുള്ള രക്തമാണ് അഫറൻറ്റ് വെസൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഇങ്ങനെ തിക്കി ഞെരുങ്ങിയാണ് പോകുന്നത് അല്ലേ? എന്ന് വെച്ചാൽ ധാരാളം അമോണിയ ഉണ്ട്, യൂറിയ ഉണ്ട്, ധാരാളം ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. മാലിന്യം ഇംപ്യൂർ ബ്ലഡ് ആയതുകൊണ്ട് അതുകൊണ്ട് അവിടെ മർദ്ദം കൂടുതലായിരിക്കുമല്ലോ. സോ ഇവിടെ അഫറൻറ്റ് വെസലിൽ എന്താണ്? ബ്ലഡ് പ്രഷർ, അഫറൻറ്റ് വെസലിലൂടെ പോകുന്ന ബ്ലഡിന് പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. ഇവിടെ ബ്ലഡ് പ്രഷർ കുറവായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയുമാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തരാത്ത കാര്യമാണ്, പക്ഷേ ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ്. അപ്പം ഇത്രയുമാണ് നമുക്ക് നെഫ്രോണിൻ്റെ ഘടന എന്ന് പറയുന്നതിൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ വൃക്കയുടെ ഘടന ഇതിൽ പഠിക്കാനുള്ളത്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇതൊക്കെ എന്താണെന്നൊരു 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആ ഒരു രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളവയാണ് കേട്ടോ. സോ നമുക്ക് ഇത്രയും മതി ഇന്ന്. ഈ ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് നിർത്താം കേട്ടോ. അപ്പം ഈ വൃക്കയ്ക്ക് മനുഷ്യനിൽ എത്ര വൃക്കയുണ്ട്? ഒരു ജോഡി അല്ലേ? ഒരു ജോഡി വൃക്കകളാണുള്ളത്. നമ്മുടെ ഇങ്ങനെ പയർ വൃത്തിൻ്റെ ആകൃതിയിൽ. ഇതാണല്ലോ വൃക്കയുടെ ഷേപ്പ് അറിയാം അല്ലേ? സോറി, ഇതല്ല കേട്ടോ. ഓക്കെ,
പയർ വിത്തിൻ്റെ ആകൃതിയിലാണ് നമ്മുടെ വൃക്ക ഇരിക്കുന്നത്. ഇത് ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ്, നമ്മുടെ ബാക്ക് സൈഡാണ് കേട്ടോ, നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് വൃക്ക കാണപ്പെടുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ ഫിൽട്രേഷനാണ്, രക്തത്തിൻ്റെ ശുദ്ധീകരണമല്ല, അരിച്ചു മാറ്റലാണ്. അത് രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അതിസൂക്ഷ്മങ്ങളായ അരിപ്പകൾ പോലുള്ള നെഫ്രോണുകൾ വൃക്കയിൽ കാണപ്പെടുന്നുണ്ട് കേട്ടോ. നെഫ്രോണുകൾ വൃക്കയിൽ കാണപ്പെടുന്നു. നെഫ്രോണുകൾ വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ്. എന്താണ് നെഫ്രോൺ എന്ന് ചോദിച്ചാൽ വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് നെഫ്രോൺ. ഇതുണ്ടോ, 12 ലക്ഷം നെഫ്രോണുകളാണ് ഓരോ വൃക്കയിലും. നമുക്ക് 2 വൃക്കയുണ്ടല്ലേ, ഇങ്ങനെ 2 വൃക്കയുണ്ട്. ഓരോ വൃക്കയിലും എന്താണ് 12 ലക്ഷം നെഫ്രോണുകളാണ് ഓരോ വൃക്കയിലും കാണുന്നത് കേട്ടോ. ഓരോ വൃക്കയിലും 12 ലക്ഷം നെഫ്രോണുകൾ കാണപ്പെടുന്നുണ്ട്. വൃക്കയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഘടകമാണ് എന്ത്, ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് നെഫ്രോൺ. അതും കൂടെ പഠിക്കുക. ഇനി വൃക്കയുടെ പുറം ഭാഗം ഇളം നിറമാണ്. അതിനെ കോർട്ടെക്സ് എന്ന് പറയുന്നു കേട്ടോ. ഇളം നിറമുള്ള പുറം ഭാഗം അല്ലെങ്കിൽ ബാഹ്യഭാഗം, അത് കോർട്ടെക്സ് ആണ്. പിന്നെ മെഡുല്ല എന്ന് പറയുന്നത് അതിൻ്റെ ആന്തരഭാഗം, അത് ഭയങ്കര ഡാർക്ക് റെഡാണ്, കടും നിറമുള്ള ആന്തരഭാഗം, അത് മെഡുല്ല എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും മതി. ബാക്കി അടുത്തത് നമുക്ക് യൂറിൻ ഫോർമേഷനാണ് കേട്ടോ. യൂറിൻ ഫോർമേഷനാണ്, ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.